ഇനി ഏതൊക്കെ ചാനലുകൾ നമ്പർ 1 എന്ന് പറഞ്ഞാലും ഏതൊക്കെ ചാനലുകളിൽ ഇരുന്ന് ഉളത്തരം പറഞ്ഞത് നമ്പർ 1 ആക്കിയാലും ഏഷ്യനെറ്റിനപ്പുറം ഒരു ചാനലുകളും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. കാരണം സത്യസന്ധമായ വാർത്തകൾ പലപ്പോഴും തെറ്റുപറ്റാതിരിക്കില്ല, തെറ്റുപറ്റാത്ത ആരും ഇല്ല എന്നത് ആദ്യം മനസ്സിലാക്കുക. ചില തെറ്റുകൾ അവർക്കും പറ്റിയിട്ടുണ്ടാവും. പക്ഷേ 100-ൽ ഒരു 95% വാർത്തകളും മികച്ച രീതിയിൽ കൈകാര്യം ചെയ്ത് മികച്ച രീതിയിൽ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കുന്ന ഒരു ചാനലാണ് ഏഷ്യനെറ്റ് ന്യൂസ് എന്ന് പറയുന്നത്. അവരിപ്പോഴും സത്യസന്ധമായി തന്നെയാണ് അവർ വാർത്തകൾ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കുന്നത്. പല ആളുകളും മറ്റു ചാനലുകൾ വയ്ക്കുമ്പോൾ, ഇപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ മറ്റു ചാനലുകൾ വയ്ക്കുമ്പോൾ പറയുന്ന കേൾക്കാം, എൻ്റെ അമ്മയൊക്കെ പറയുന്നത് കഥ മാറ്റിയിടാ, ഏഷ്യനെറ്റ് ന്യൂസ് വെച്ച് വാർത്ത എന്താണെന്ന് കേൾക്കട്ടെ. കാരണം ഏഷ്യനെറ്റ് ന്യൂസാണ് സത്യസന്ധമായ വാർത്തകൾ പറയുന്നതെന്നാണ് അവരുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴും ഉള്ള ഒരു ചിന്ത എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനിടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാനും ചാനലിൻ്റെ എന്താ പറയുക ക്രെഡിബിലിറ്റിയെ മോശപ്പെടുത്താനും പ്രശാന്ത് രഘുവംശം എന്ന് പറയുന്ന മികച്ച എഡിറ്ററെ അദ്ദേഹത്തിൻ്റെ കരിയറിനെ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക മാധ്യമ പ്രവർത്തനത്തിൽ ചില വിള്ളലുകൾ വരുത്താനും ഒക്കെ കുറേ എന്താ പറയുക ഈ മുഖംമൂടിയുള്ളതും മുഖംമൂടി ഇല്ലാത്തതുമായ കുറേ നാളുകൾ ശ്രമിക്കുക. അതൊന്നും ശ്രദ്ധിക്കാതെ പോകുക എന്നുള്ളതാണ്. കാരണം നീന്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാത്തവന്മാരാണ് ഈ കടന്ന് എന്താ പറയുക സ്വിമ്മിങ് നീന്തുക എന്നുള്ളതും നീന്തെന്ന് പറഞ്ഞാൽ ഉറങ്ങുക എന്നുള്ളതും മനസ്സിലാക്കാത്തവന്മാരാണ് ഈ കടന്ന് തിളയ്ക്കുന്നത് എന്നുള്ളതാണ്. സത്യത്തിൽ ഇവന്മാരെ ഒന്നും മൈൻഡേ ചെയ്യേണ്ട. പ്രശാന്ത് ഏട്ടാ, നിങ്ങൾ ആൾ പുലിയാണ്, നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് വെക്കോ.